ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് കൂൺ വെക്കാനുള്ള പരിപാടിയാണ്. ആദ്യമായിട്ടുള്ള ചേച്ചിപ്പ ഇല്ലാത്ത വീഡിയോ. ചേച്ചിപ്പാന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മീനാക്ഷി ഇല്ലാതെ ഞങ്ങളൊരു ചാനൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. സഹകരിക്കാം. BJP ഒച്ചയൊക്കെ കിട്ടുന്നുണ്ട്. ഒന്നും നോക്കാനില്ല. നാട്ടുകാരെ കൂടെ അറിയിക്കണം, നമുക്കൊന്നും അറിയാൻ പറ്റും. ഈ കൂടം നമ്മളെവിടെ മേടിച്ചെന്ന് പറഞ്ഞു. അതന്നെ സവാള അരിയട്ടോ കേട്ടോ. സവാള അവിടെ നോക്കി നിന്നോളാം. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചൊരു കൂടാണ്. ആ കൂട് ഇതുകൊണ്ടോ ഇങ്ങനെ കറക്റ്റായിട്ട് ഓരോരോ പീസാക്കി ഞറക്കി ഒരുക്കി ഇട്ടിട്ടുണ്ട്. ഇത് നേരത്തെ ഞങ്ങൾക്ക് പറമ്പിൽ നിന്ന് കിട്ടുന്നതായിരുന്നു. ഇപ്പം കാശ് കൊടുത്ത് മേടിക്കണം. എങ്കിലും കൂടൊന്നും കാണാനില്ല. പറമ്പിൽ ഇറങ്ങാഞ്ഞിട്ടാണോ കൂട് കാണാഞ്ഞിട്ടാണോ ഒന്നും അറിയത്തില്ല. കൂടില്ലെന്നാണ് എൻ്റെ ഭാര്യ അവകാശപ്പെടുന്നത്. ഇതൊക്കെ ഞങ്ങളുടെ സ്വന്തം പറമ്പിൽ ഞാൻ ഞങ്ങളായിട്ട് ഉണ്ടാക്കിയ പച്ചമുളകാണ്. ഈ പച്ചമുളകിൻ്റെ കൃഷിയോടൊക്കെ ഞങ്ങൾ വീണ്ടും കാണിക്കുന്നതായിരിക്കും. അത് ഞങ്ങളൊന്ന് കണ്ടു നോക്കട്ടെ. ഓക്കെ ആണെങ്കിൽ വീണ്ടും കാണിക്കുന്നതായിരിക്കും. ഇത് നാടൻ കൂൺകറി കേട്ടോ. ഞങ്ങളുടെ കൊച്ചിന്റെ പോലത്തെ ഇതില്ല. അതായത് ഇത് ഉണ്ടാക്കി വരുമ്പോ എന്താണോ കിട്ടുന്നത്. ഇവള് 2 പച്ചമുളക് കാണുമ്പോഴേ പറയാം അമ്മയുടെ കറിക്ക് ഭയങ്കര എരിവാന്ന് വായി വെക്കത്തില്ല. നമ്മളില്ലാത്തോണ്ട് 3 പച്ചമുളക് ഒക്കെ ഇട്ട് അതുകൊണ്ട് വായിക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കാന്ന്. ഇപ്പൊ കണ്ടോണം ഉണ്ടായി വരുമ്പോ എന്തെങ്കിലും ഒരു സാധനം കിട്ടും. എന്തൊക്കെ എടുത്തതെന്ന് പറഞ്ഞേ, കുറച്ച് സവോള, മുളക്, ഈ കരിവേപ്പില, ഇതെല്ലാം സ്വന്തം തോട്ടം. സവോള ഇവിടുന്ന് വന്ന കേട്ടോ. ഇതെടുത്ത് ഇങ്ങനെ കാണിച്ചാ ഇത് തന്നെയാണോ, അല്ലെങ്കിൽ ചിലപ്പം ഇത് കാണിച്ചിട്ട് ഇത് ഓണാകത്തില്ല. അങ്ങനത്തെ ഒരു പ്രത്യേകത കമ്പനി നേരത്തെ തന്നെ കത്തുവായിരുന്നു. ഈ കമ്പനി നമ്മൾ മേടിച്ചോട് കൂട്ടിയും ഇത് തന്നെ കത്തുന്നേ. ചില സമയം അതിനെന്തോ ഒരു വിഷമമുണ്ടോ. ഓ, ഇതാണ് പറഞ്ഞ ഈ ഫയറാന്ന് പറയുന്നേ. എന്റെ ദൈവമേ, അവാർഡുകൂടെ പോലെ ചെയ്യണം. നമ്മുടെ മനസ്സിലുള്ള പ്രിയദർശന സിനിമയൊക്കെ ഇത് അടൂരിന്റെ സിനിമ പോലെയായിരിക്കും. കൂടാടി മോളെ ഇനി പുള്ളി അറിയാം ഇങ്ങനെ വെക്കാം. അത് പ്രിയദർശന്റെ ഒക്കെ പാടാണെന്ന് നോക്കി ബാക്ക്ഗ്രൗണ്ട് സംഭവം പോകുകയും പണി. അതെ, ഭയങ്കര ഇഷ്ടമുള്ള നമ്മുടെ പറമ്പിൽ നിന്നൊക്കെ കിട്ടുന്ന കൂൺ തോരൻ വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇതിന്റെ കാര്യം വെച്ച് നോക്കിയിട്ട് അതെ, ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചാൽ എനിക്ക് അറിയത്തില്ല. പിന്നെ ഇവിടെ നമ്മുടെ ആ ചാവിച്ചോട്ടിൽ എപ്പോഴും ഇഷ്ടം പോലെ കൂണുണ്ടാവുമായിരുന്നു. ഇപ്പം പഴയപോലെ കൂടൊന്നും പനിക്കുന്നില്ല. പണ്ട് നേരത്തെ അമ്മയൊക്കെ പറയുന്ന ഇടി വെട്ടുമ്പോഴാണ് ഉണ്ടാകുന്നതാണ്. ഇപ്പൊ ഇടി വെട്ടാറാവുന്നല്ലേ ഉള്ളൂ. ഗ്രാമാസത്തെ വരത്തുള്ളായിരിക്കും. ശാസ്ത്രബോധം പറയുന്നത് ശാസ്ത്രമില്ലായ്മ പറയുന്നത്. ഇവിടെ ശാസ്ത്രബോധം കൂടുതലുള്ളവരും ശാസ്ത്രബോധം തീരെ ഇല്ലാത്ത ആൾക്കാർ താമസിക്കുന്ന വീടാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ പലതും പറയും. ശാസ്ത്രബോധമുള്ളവരും അതില്ലാത്തവരും സ്വതന്ത്രത്തിൽ വാഴുന്ന മാതൃക അടുക്കളയാണിത്. ഇത് എണ്ണ ഒഴിച്ചിരിക്കുന്നു, വെളിച്ചെണ്ണയാണ്. പക്ഷെ ഞാൻ ഈ വീഡിയോ വിജയിപ്പിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഉപയോഗിക്കുകയാണ്. നിങ്ങൾ സഹകരിക്കാൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കാൻ മാത്രം വലിയ കാശുകാരാണ് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ നിവൃത്തിയില്ലാതെ നീതിമാൻ കുറച്ച് മുളവിടെ ഒന്ന് പൊട്ടും. ചട്ടിക്കകത്തിട്ട് കടുക് പൊട്ടിക്കണം. വെങ്കായം അറിയാൻ പരിപാടി അവസാനിക്കും. അല്പം മഞ്ഞൾപ്പൊടി ആവാം, ലേശം മഞ്ഞൾപ്പൊടി ആവാം. മല്ലിപ്പൊടി തീർന്നു, പൊട്ടിച്ചിടണം. പിന്നല്ലേ മഞ്ഞൾപ്പൊടി തീർന്നുവോ?
അതിനെയാണ് ആ പറയും ഇങ്ങോട്ട് അതിനെ കാണത്തില്ല. കാണാതിരിക്കാൻ ശബ്ദം മാത്രം മതിയായിരുന്നു. വേണ്ട. അങ്ങനെ ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. പുക വരുന്നുണ്ട് സുഹൃത്തുക്കളെ, പുക വരുന്നുണ്ട്. പൊട്ടിക്കഴിയുമ്പം നമ്മളൊരു കടിച്ച വെച്ചിരുന്നാൽ നല്ലതായിരുന്നു. ഞാൻ സാധാരണ കടി പൊട്ടിക്കുന്ന സമയത്ത് മറ്റേ ഇഡ്ഡലി പാത്രത്തിന്റെ സാധനമാണ് പരിചയമായിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പൊ കാണാനില്ലേ? മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഇത്ര സാധനം ഉണ്ട് കേട്ടോ. ഓ, ത്രിവർണം. എന്നിട്ടത് നന്നായിട്ട് നോക്കിക്കുക. ഇളക്കി ഒരു കൈ സഹായം. ഇനി വേണ്ട നമുക്കുണ്ടല്ലോ ഈ സാധനം അഥവാ ചീറ്റയാണെങ്കിൽ നമ്മൾ തൂക്കം പറയുന്നുണ്ട് ലാസ്റ്റ്. അങ്ങനെയൊന്നുമല്ല, ഞാൻ വെച്ചിട്ടുള്ള തന്നെ നിങ്ങൾ ധൈര്യമായിട്ട് വെച്ചു, പ്രശ്നമൊന്നുമില്ല. ഒക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. പിന്നെ എല്ലാവരും ഒരു പൂങ്കറിയും വന്നത് സാധനം അതിൻ്റെ അടി വന്ന് അത് പോയി. ഇച്ചിരി ഉപ്പ്, ഇച്ചിരി ഉപ്പ് ഇളക്കി മര്യാദക്ക് പറഞ്ഞാൽ മതി കേട്ടോ. ചെറിയ എല്ലാം നമ്മുടെ മറ്റേ പഴയ ചാനൽ ഉണ്ടായിരുന്നപ്പോ എല്ലാവർക്കും ചെറിയ സംശയം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ചെറിയ നൊസ്സല്ലോ അച്ഛൻ വല്ലോ കഴിച്ചിട്ടാണോ പറയുന്നേ? പക്ഷെ കഴിച്ചില്ലേ അച്ഛൻ ഫുൾ ടൈം ഓണാണ് കേട്ടോ. ഇങ്ങനെ തന്നെയാ. അതെ. ഇനി നമുക്ക് ഈ ഇത് അരപ്പ് തിളച്ച് കഴിയുമ്പോൾ ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് ഇടാം. ഇത് എന്നതാ തോരനായിരുന്നോ ചാറായിരുന്നോ? ഇത് കറിയാണ്. കറിയല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ തെറ്റിദ്ധരിച്ചു. അങ്ങനെ വെള്ളം തിളച്ചിരിക്കുകയാണ്. കൂടുതലെല്ലാം ചാടിയാടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ഒന്നും ഉണ്ടായിരിക്കാം. വല്ല മിണ്ടോണ്ട് മരിക്കാൻ പിന്നെ മിണ്ടരുത്. ഞാനിങ്ങനെ എടുത്തു പൊക്കിക്കൊണ്ട് നടക്കുന്ന ഒരു പുതിയ ടൈപ്പ് വീഡിയോ. താഴോട്ട് മനഃപൂർവ്വം ഇടും. ഒറ്റ കൈ കൊണ്ടൊക്കെ എനിക്ക് പറ്റുമെന്നൊക്കെ പറയും. പക്ഷെ ബിഹൈൻഡ് ദ സീൻ ഉണ്ട്. റെഡിയായിരുന്നു അല്ലേ? ചെയ്തോളാം അല്ലേ? രണ്ട് കറിയിൽ ഞാൻ അതെ സുഹൃത്തുക്കളെ, നമ്മുടെ എൻ്റെ ഒരു കൈപ്പുണ്യം ഇതിനകത്ത് വരാൻ വേണ്ടിയാണ് എന്നെ ഇളക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ കൈപ്പുണ്യം ഇതിനകത്ത് ചേർന്നില്ലെങ്കിൽ സാധനങ്ങൾക്കൊന്നും രുചി കിട്ടില്ലെന്നാണ്. അല്പം ഗരം മസാല വട്ടത്തിൽ. എന്നെ ഒരു സിനിമയ്ക്ക് ഞാൻ അഭിനയിച്ചപ്പോ എന്റെ ആ ഡയറക്ടർ പറഞ്ഞു അതെ എന്റെ ഭാര്യയും മകളും ഞാൻ അഭിനയിക്കുന്നത് സഹിക്കാൻ വയ്യ എന്ന് പറയുന്നു. ഒരു ഇത് വേണം. അങ്ങനെ വേണം. അതെ നദൂട്ടനും അമ്പാടിയൊക്കെ സ്കൂളിൽ പോയ കാര്യം എന്ന് പറഞ്ഞേക്കാം. അതുകൊണ്ട് അനക്കമൊന്നും ഇല്ലാത്ത ഇവിടെ ഒരു ശ്മശാന മുഖത എന്ന് പറഞ്ഞ ഇവിടുത്തെ പിള്ളേരെല്ലാം വാറ്റമ്പോഴുകളൊക്കെ സ്കൂളിൽ പോയിരിക്കുകയാണ്. എല്ലാ സാധനം നല്ല രസമായിരുന്നു. അവരെ കൂടെ കൂടി വേണം വീഡിയോ എടുക്കാൻ ഞാൻ പറയാറില്ല. പക്ഷെ അവർക്ക് സ്കൂളിൽ പോകണ്ടേ? ഇപ്പൊ നമ്മുടെ കൂൺകറി തിളച്ചോണ്ടിരിക്കുക കേട്ടോ. തിളച്ച് വരുന്നതേ ഉള്ളൂ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് തേങ്ങാപ്പാലും കൂടെ ചേർക്കണം. ഇനി നിങ്ങൾ ആരെങ്കിലും ഇത് വെക്കുന്നുണ്ടോ ഇതിനകത്ത് തേങ്ങ കൊത്തിയിട്ടാൽ നല്ലതായിരിക്കും. പക്ഷെ ഞാൻ തേങ്ങ കൊത്തിയില്ല. തേങ്ങ കൊത്താനായിട്ട് ഇനി ഒരു സമയം കിട്ടിയില്ല. പിന്നെ തന്നെയല്ല, ഒരു തേങ്ങ ഇനി പൊട്ടിച്ച് വെച്ചാൽ, ഞാൻ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിരിക്കുക. ഇനി പൊട്ടിച്ച് വെച്ചാൽ തേങ്ങ ആ ഇരുന്ന് പോവാനായിട്ടാണ്. വേണ്ട, ഇനി വേണ്ട. ഇനി ഇത് വെന്തു. തേങ്ങ കൊത്തില്ല തുടങ്ങി. ഞാൻ നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറഞ്ഞത്. അതിപ്പോ ഇവിടെ കുടുംബകലഹം ഉണ്ടാവും. തേങ്ങ കൊത്തിട്ടില്ലെന്ന് ഇത് എന്തോന്ന് നോക്കാനാണ് ഈ പരിപാടിയാണ്. എനിക്ക് നേരത്തെ അറിയാനും ഞാൻ എൻ്റെ ഭാര്യയോട്ട് വെക്കും. ഇവിടെ ഇട്ടാൽ മതി.
സ്പെഷ്യൽ. നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതോടെ ഇതിനകത്തേക്ക് ഒഴിച്ചാൽ പരിപാടി തീർന്നു. കൂൺ കറി റെഡി. കൂൺ കറി റെഡി. എന്നിട്ട് ഞങ്ങൾ ഇവിടെ പോയത് ചോറും. ഇത്രേ ഉള്ളൂ. കൂൺ കറി റെഡി. അവര് പിള്ളേരൊക്കെ സ്കൂളിൽ പോയപ്പോൾ അവർക്ക് ചോറൊക്കെ കൊടുത്തു വിടണം കേട്ടോ. അന്നേരം അവർക്ക് കൂൺ കറി ഒന്നും കൊടുത്തില്ല. അവർക്ക് എന്നതായിരുന്നു ബീൻസ് മെഴുക്ക് വരട്ടി, മോര്, ഒഴുകൽ വറുത്തതുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തു വിട്ടു. എന്തോ അത് തവോളെ എന്തല്ലോ നമ്മൾ തോരൻ വെക്കുമ്പോ ഇത് മാത്രം വേവിക്കൂ. പക്ഷെ ഇതൊരു കടിയുണ്ടല്ലേ. ഇച്ചിരിയുടെ വേകാനുണ്ട്. വേവട്ടെ. ഇങ്ങോട്ട് വാങ്ങേണ്ട എന്നെങ്കിലും ഇവരോടൊന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞു. തേങ്ങാപ്പാൽ ഇവിടെ ഒന്നുമില്ലല്ലോ. പിന്നെ ഞങ്ങൾക്ക് ആദ്യത്തെ കുറച്ച് പാകപ്പഴമൊക്കെ കാണും. പക്ഷെ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും റെഡി ആവും. നിങ്ങൾ കുറച്ച് ഒരു ആഴ്ച, ഒരു മാസത്തേക്ക് ഞങ്ങളെ ഒന്ന് സഹിക്കണം. അത് കഴിഞ്ഞാൽ എല്ലാം ഞങ്ങൾക്ക് മീനാക്ഷിയെ ചെയ്ത് തന്നോണ്ടിരുന്നത്. അതെ. പക്ഷേ ഇതിനെ കൂടുതൽ സംഭവം എനിക്കറിയത്തില്ല കേട്ടോ, സത്യമായിട്ടും. അവളിങ്ങനെ നിന്ന് കൂടുതൽ പുറകെ നിന്നിങ്ങനെ ചലയ്ക്കുന്ന കാരണം എനിക്കത്ര പാടില്ലായിരുന്നു. ചുമ്മാ എല്ലാത്തിനും കൂടെ നിൽക്കുള്ളൂ. ഇതിപ്പം എല്ലാം പറയുകയും ചെയ്യുകയും. അത് നമ്മുടെ കൂണ് വെന്തിട്ടുണ്ട് കേട്ടോ. ഈ തേങ്ങാപ്പാലൂടെ അതിനകത്തേക്ക് ഒഴിച്ചിട്ട് പരിപാടി അവസാനിപ്പിക്കുക. അങ്ങനെയാണ് ഇപ്പൊ ചിരിച്ചേ. മഷ്റൂം ഗ്രേവി, മറ്റേ ഒന്നുമില്ല, കൂൺ കറി. മഷ്റൂം കോക്കനട്ട് മിൽക്ക് റെഡി. തോറ്റു ഞാൻ. മഷ്റൂം മിൽക്ക് ഉണ്ടായിരിക്കേ. കോക്കനട്ട് മിൽക്ക് റെഡി. ഇനിയിപ്പം അടുത്ത ദിവസം പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ അടയ്ക്കുമ്പോ അതൂട്ടനും അമ്പാടി ചേച്ചി ഇപ്പൊ ബിസി ആയിരിക്കും. അല്ല, പ്രക്ഷേപണമുണ്ട്. വീഡിയോ എടുക്കാൻ പഠിക്കുന്നതിന്റെ ഒരു താമസമായിരിക്കും. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അധികം ഞാൻ തിളപ്പിക്കാറില്ല കേട്ടോ. ഈ ചൂടാകുന്ന നിർത്തുക ചെയ്യാറ്. എല്ലാരും എങ്ങനെയാണെന്ന് അറിയത്തില്ല. ചിലർ തിളപ്പിക്കുന്നവർ കാണുമായിരിക്കും. പക്ഷെ ഞാനൊന്ന് ചൂടാകുമ്പോ നിർത്തും. അതിനോട് എന്തെങ്കിലും വിരോധം ഉണ്ടോ അതിന്? എണ്ണയിട്ട് എന്നെ തളച്ചിടാതിരുന്ന മാത്രം ആനയോ തളച്ചിടാ? ചേച്ചി എവിടെ കൊണ്ടുവച്ചു? ശരി, അവള് വിളിക്കുമ്പോ ജോലിയാ. മീനാക്ഷി ആയിരുന്നു കേട്ടോ നമ്മുടെ ഊർജം. അതിപ്പോഴാണ് മനസ്സിലായത്. അതല്ല ഞാൻ പറഞ്ഞു, ഇതുപോലെ അലയ്ക്കുന്ന നമുക്ക് ഇപ്പൊ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ അതൊന്നും പറയാനില്ല. അവൾ എന്നതൊക്കെയാ പറഞ്ഞോണ്ടിരിക്കുന്നതാ. നീ ആ മറ്റേ നാടൻപാട്ടിന്റെ രണ്ടുപേരും ആടി. എനിക്കങ്ങനെ ഒന്നും മിണ്ടാൻ അറിയില്ല. അവർ ഈ ചാനലിലൊക്കെ പോയി ഇങ്ങനെ വർത്താനം പറഞ്ഞു പറയുന്നതാണ്. അവർക്ക് എപ്പോഴും വെച്ചേ വർത്താനം പറയാനൊക്കെ അറിയാം. എനിക്കങ്ങനെ ഒന്നും വർത്താനം പറയാൻ അറിയത്തില്ല. പക്ഷെ ശരിയാവും, ഞാൻ നന്നാവും. ഗോവയിൽ സത്യം എന്നപ്പോഴത്തേക്കും അയ്യോ, ഗോവയിലല്ല, ബാംഗ്ലൂർ. അത് അവള് പറഞ്ഞിട്ടുണ്ട്. അല്ല, എന്നാലും ഒന്നുകൂടെ പറയുക. അയ്യോ അമ്മ എന്നെ അയ്യോ അച്ഛൻ പാവം വിചാരിച്ചു. അയ്യോ അമ്മ ഊമ്മയായിരുന്നു വിചാരിച്ചു. സോറി, അന്ന് ഈ സാധനം ഒക്കെ അകർച്ച അച്ഛൻ പേടിച്ചു. അയ്യോ ചുമ്മാ അറിയാം, അലറിയൊന്നുമില്ല. അപ്പൊ എനിക്ക് ചിരി വന്നു അച്ഛനൊക്കെ ഭയങ്കരമായിട്ട്. ഊമ്മയാണെന്ന് കേട്ടപ്പോഴും ഞെട്ടി പുറകോട്ടൊന്നിങ്ങനെ. അയ്യോ അമ്മ സംസാരശേഷി ഇല്ലായിരുന്നു, എനിക്ക് അറിയത്തില്ലായിരുന്നു. ചോറുണ്ണാൻ പോവാണേ. കൂൺ കറിയൊക്കെ കൂട്ടി അടുത്തോട്ട് പിടിച്ചു. കൊഴുപ്പ് കാണുന്നില്ല. കൊഴുപ്പൊന്നും
കൊഴുത്തൊന്നും വരത്തില്ല, കൂൺ കറി തന്നെ കൊഴുത്ത്. നല്ല അത് തേങ്ങ അരച്ചെന്തോ അമ്മ വെക്കുന്ന ഒരു കറിയാ, അതിന് അത് വേറെ രീതി. അത് വേറെ. എനിക്ക് പക്ഷേ ഈ കറി ഇഷ്ടം. മഷ്റൂം സൂപ്പാണോ കാണിച്ചിട്ട് പോകും. ഓ സോറി സോറി, ഇതുണ്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കേ. മുളക് എടുത്ത് കഴിക്കില്ല കേട്ടോ. ബിഹൈൻഡ് ദ സീൻ കാണിക്കരുത്. ചുമ്മാ പറയുന്ന, പക്ഷെ നല്ല ടേസ്റ്റാ. നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. ഊണും പദ്ധതി റെഡി ആയിട്ടുണ്ട്. സൂപ്പറാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്നെ ചെറുതായിട്ടൊന്ന് കളിയാക്കുന്ന പോലെ തോന്നും, പക്ഷെ സാധനം സൂപ്പറാണ്. എന്തോ കുത്തി പറയുന്നു, അങ്ങനെയല്ല, ഉള്ളതാ, സൂപ്പറാണ്. എന്നാണല്ലേ എല്ലാരും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഊട്ടി ബീൻസ് ആയിരുന്നു. ഊട്ടി ബീൻസ് സ്റ്റാൻഡിമോളാണ് ബീൻസിന്റെ പേരിനാണ്. ഇപ്പം ഇന്നത്തെ ഊണും കൂണും പദ്ധതി ഞങ്ങളുടെ അവസാനിപ്പിക്കുന്നു. ബൈ ബൈ കഥ. നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് വീഡിയോ.